2022 റിലീസായ ഒരു കിടിലൻ സൈക്കോളജിക്കൽ ഹൊറർ മൂവിയാണ് സ്മൈൽ. സിനിമയുടെ തുടക്കത്തിൽ ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്ന സീനാണ് കാണിക്കുന്നത്. ഏതോ മരുന്ന് ഓവർഡോസ് ആയാണ് അവർ മരിച്ചു കിടക്കുന്നത്. മുറിയിലുള്ള ഫോട്ടോസ് കണ്ടാൽ അറിയാം രണ്ട് പെൺകുട്ടികളുള്ള സിംഗിൾ മദറാണ് അവരെന്ന്. അപ്പോഴേക്കും ഏറ്റവും ഇളയ മകളായ റോസ് മുറിവാതിക്കൽ എത്തുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രസന്റ് ഡേ ആണ്. റോസ് ഒരു ഹോസ്പിറ്റലിലെ മെന്റൽ ഡിപ്പാർട്ട്മെന്റിൽ തെറാപ്പിസ്റ്റ് ആണിപ്പോൾ. അവൾ മാനസിക പ്രശ്നമുള്ള കാൾ എന്ന വ്യക്തിയെ പരിശോധിക്കുകയാണ്. താൻ മരിക്കാൻ പോവുകയാണെന്ന് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അയാൾ. റോസ് ഒരു തെറാപ്പിസ്റ്റ് എന്ന രീതിയിൽ അയാളെ മനസമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ കാൾ അത് തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ റോസ് അയാളെ കുറച്ചു ദിവസത്തേക്ക് അഡ്മിറ്റ് ചെയ്യുന്നു. അവൾ തന്റെ ജോലി തീർത്ത ശേഷം ഓഫീസിൽ നിന്നും പോകാൻ തുടങ്ങുകയാണ്. പക്ഷെ അപ്പോഴാണ് ലൗറ എന്ന മറ്റൊരു പേഷ്യന്റിന്റെ കേസ് റോസിന് അസൈൻ ചെയ്യുന്നത്. താല്പര്യമില്ലാതിരുന്നിട്ട് കൂടി അവൾ അത് അറ്റൻഡ് ചെയ്യുന്നു. ലൗറ എന്ന പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ നിന്നും അവൾ ഡിപ്രഷനിലാണെന്ന് റോസ് മനസ്സിലാക്കുന്നു. ആ പെൺകുട്ടിയുടെ പ്രൊഫസർ മരിച്ചതിൽ പിന്നെയാണ് അവളിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. അടുപ്പമുള്ള ആരെങ്കിലും മരിക്കുമ്പോൾ ഇങ്ങനെയാണെന്നും അത് തികച്ചും സാധാരണമായ കാര്യമാണെന്നും റോസ് ലൗറയോട് പറയുന്നു. പക്ഷെ ലൗറ പറയുന്നുണ്ട് തനിക്ക് ഭ്രാന്തില്ല എന്ന്. ഏതോ അമാനുഷികമായ വിചിത്രമായ ചിരിയുള്ള എന്തോ ഒന്ന് എവിടെ പോയാലും തന്നെ പിന്തുടരുന്നുണ്ട്. അതുകൊണ്ടുള്ള ഭയമാണ് തനിക്കെന്നും ആ രൂപം ചുറ്റുമുള്ള പല മനുഷ്യരുടെ രൂപത്തിൽ വന്ന് താൻ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും ലൗറ പറയുന്നു. പെട്ടെന്ന് ലൗറ നിലത്ത് വീഴുകയും എന്തോ കണ്ട് പേടിച്ചതുപോലെ അലറിക്കരയുകയുമാണ്. ഇത് കണ്ട് പേടിച്ച റോസ് ഉടനെ സ്റ്റാഫിനെ അങ്ങോട്ടേക്ക് ഫോൺ വഴി വിളിക്കുന്നു. ഫോൺ വെച്ച് തിരിഞ്ഞു നോക്കിയതും അലറുകയായിരുന്ന ലൗറ ഒരു കുഴപ്പവുമില്ലാതെ നേരെ എണീറ്റ് നിൽക്കുന്നതാണ് റോസ് കാണുന്നത്. അത് കണ്ട് റോസ് ആകെ അസ്വസ്ഥയാകുന്നു. സമാധാനത്തോടെ ഭയപ്പെടുത്തുന്ന ചിരിയുമായി നിൽക്കുകയായിരുന്ന ലൗറ റോസിനെ നോക്കിക്കൊണ്ട് അവിടെ കിടന്നിരുന്ന ചെടിച്ചട്ടിയുടെ പൊട്ടിയ കഷ്ണമെടുത്ത് കഴുത്തറുത്ത് ആത്മഹത്യ ചെയ്യുന്നു. സ്റ്റാഫ് എത്തുന്നതിന് മുന്നേ എല്ലാം നടന്നു കഴിഞ്ഞിരുന്നു. ആ ദൃശ്യം കണ്ട റോസ് ആകെ ഭയന്നു വിറച്ചു. ആ സംഭവത്തിന് ശേഷം 2 ഡിറ്റക്റ്റീവുകൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുവാൻ ഹോസ്പിറ്റലിലേക്ക് വന്നു. റോസിന്റെ പഴയ കാമുകനായിരുന്ന ജോയലായിരുന്നു ഒരു ഡിറ്റക്റ്റീവ്. അവർ സംഭവത്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. പക്ഷെ അവൾക്ക് ആ ഷോക്കിൽ നിന്നും പുറത്തു വരാൻ കഴിയാത്തതിനാൽ ഒന്നും സംസാരിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. മരിക്കുന്നതിന് തൊട്ടു മുൻപ് ഒരു വല്ലാത്ത ചിരിയോടെയാണ് അവൾ നിന്നിരുന്നതെന്ന് മാത്രമാണ് റോസ് അവരോട് പറഞ്ഞത്. ഫോർമാലിറ്റികളെല്ലാം കഴിഞ്ഞ് റോസ് തിരികെ വീട്ടിലേക്ക് എത്തി. കുളി കഴിഞ്ഞ ശേഷം ഫ്രിഡ്ജിൽ നിന്നും ഒരു ഡ്രിങ്ക് എടുത്തതും മുറിയുടെ കോണിൽ നിൽക്കുന്ന ലൗറയുടെ പേടിപ്പെടുത്തുന്ന രൂപം റോസ് കാണുന്നു. അപ്പോഴേക്കും അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന ട്രെവർ അങ്ങോട്ടേക്ക് വന്നു. പെട്ടെന്ന് ട്രെവറിനെ കണ്ട് ഭയന്ന റോസിന്റെ കയ്യിൽ നിന്നും ഗ്ലാസ് താഴെ വീണ് പൊട്ടുന്നു. അവളാകെ ഭയന്നിരിക്കുന്നത് ട്രെവർ ശ്രദ്ധിക്കുന്നു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ട്രെവർ അവളോട് ചോദിക്കുന്നു. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് റോസ് വിഷയം മാറ്റുന്നു. വൈകുന്നേരം ട്രെവറും റോസും അവളുടെ ചേച്ചിയായ ഹോളിയും ഭർത്താവുമായി ഡിന്നർ കഴിക്കുകയാണ്. എല്ലാവരും അവരവരുടെ ജോലിക്കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ്. എന്നാൽ റോസ് ഒന്നും മിണ്ടാതെ ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം ജോലി ചെയ്യാനായി റോസ് ഹോസ്പിറ്റലിലേക്ക് എത്തി. പക്ഷെ മുൻപ് ഹോസ്പിറ്റലിൽ സംഭവിച്ച കാര്യങ്ങളിൽ നിന്നും റിക്കവർ ചെയ്യാൻ അവൾക്ക് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ റോസ് റിസപ്ഷനിസ്റ്റിന്റെ അടുക്കൽ ചെന്ന് മരിച്ചുപോയ ലൗറയുടെ മുന്നിൽ വെച്ച് ആത്മഹത്യ ചെയ്ത പ്രൊഫസർ ഗബ്രിയലിനെ കുറിച്ചുള്ള റിപ്പോർട്ട് ചോദിക്കുന്നു. റിപ്പോർട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ റോസിനെ ഹോളി ഫോണിൽ വിളിക്കുന്നു. മകന്റെ പിറന്നാൾ സെലിബ്രേഷന് ക്ഷണിക്കുകയായിരുന്നു ഹോളി. അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനലിലൂടെ ദൂരേക്ക് നോക്കിയ റോസ് ലൗറ അവളെ നോക്കി നിൽക്കുന്നതായി കാണുന്നു. തന്റെ തോന്നലായിരിക്കും അതെന്ന് കരുതി റോസ് അത് അവഗണിക്കുന്നു. ശേഷം തന്റെ പേഷ്യന്റിന്റെ പരിശോധനയ്ക്കായി മുറിയിലേക്ക് പോകുന്നു. പേഷ്യന്റായ കാളിന്റെ മുറിക്കരികിലൂടെ പോകുമ്പോൾ ലൗറ ചിരിച്ച അതേ ചിരിയുമായി ഇരിക്കുന്ന കാളിനെ അവൾ കാണുന്നു. ഒരു വല്ലാത്ത ഭയപ്പെടുത്തുന്ന ചിരി. പെട്ടെന്ന് തന്നെ അയാൾ അലറാൻ തുടങ്ങി. നീ മരിക്കാൻ പോവുകയാണെന്ന് ഉച്ചത്തിൽ കാൾ റോസിനോട് വിളിച്ചു പറയുന്നു. ഇത് കണ്ട് പേടിച്ച റോസ് അയാളെ ഉടനെ പിടിച്ചു കെട്ടാൻ സ്റ്റാഫിനോട് പറയുന്നു. കുറച്ച് ഡ്രമാറ്റിക് സീനുകൾക്ക് ശേഷം അവൾ കാണുന്നത് കാൾ അവിടെ കിടന്ന് ഉറങ്ങുന്നതാണ്. അതായത് അവൾ കണ്ടതെല്ലാം അവളുടെ വെറും തോന്നൽ മാത്രമായിരുന്നു. ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞ ഹോസ്പിറ്റലിന്റെ സൂപ്പർവൈസറായ ദേശായി റോസിന്റെ മാനസികാവസ്ഥയെപ്പറ്റി ചിന്തിക്കുന്നു. എല്ലാം ഒന്ന് ശരിയായി വരാൻ ഒരാഴ്ച ലീവ് എടുക്കാൻ റോസിനോട് അദ്ദേഹം നിർദ്ദേശിക്കുന്നു. അന്ന് വൈകിട്ട് റോസ് വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. പെട്ടെന്ന് വീടിന്റെ സെക്യൂരിറ്റി അലാറം അടിക്കാൻ തുടങ്ങി. അത് കേട്ട് റോസ് ഭയപ്പെടുന്നു. കയ്യിലൊരു കത്രികയും എടുത്ത് വീടിന്റെ മുൻവശത്തെ വാതിലിനരികിലേക്ക് അവൾ നടന്നു. പക്ഷെ വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. തിരിച്ച് ലിവിംഗ് ഏരിയയിലേക്ക് എത്തിയപ്പോൾ പുറകുവശത്തെ വാതിൽ തുറന്നു കിടക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നു. പെട്ടെന്ന് അവൾക്ക് സെക്യൂരിറ്റി ഓപ്പറേറ്ററുടെ അടുക്കൽ നിന്നും ഒരു കോൾ വരുന്നു. ഫോണിൽ അയാൾ വല്ലാത്ത രീതിയിൽ റോസിനോട് പുറകിലേക്ക് തിരിഞ്ഞു നോക്കാൻ പറയുന്നു. പക്ഷെ പെട്ടെന്ന് ഫോൺ വീണ്ടും റിംഗ് ചെയ്യുകയും റോസ് ഞെട്ടിവിറയ്ക്കുകയും ചെയ്യുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് റോസിന് മനസ്സിലാകുന്നില്ല. ശരിക്കും മുൻപ് വന്ന കോൾ റോസിന്റെ തോന്നൽ അല്ലെങ്കിൽ വിഭ്രാന്തി മാത്രമായിരുന്നു. റോസ് പെട്ടെന്ന് ഫോൺ എടുക്കുന്നു. അത് ശരിക്കും സെക്യൂരിറ്റി ഓപ്പറേറ്റർ തന്നെയായിരുന്നു. പെട്ടെന്ന് തന്നെ പോലീസ് അങ്ങോട്ടേക്ക് ഇൻവെസ്റ്റിഗേഷന് വരുന്നു. പക്ഷെ ആരും ആ വീട്ടിലേക്ക് കടന്നു കയറിയതായി അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും ട്രെവറും അങ്ങോട്ടേക്ക് എത്തുകയും റോസ് ഓക്കെ അല്ലേ എന്നും പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നു. ആശയക്കുഴപ്പത്തിലായ റോസ് ഒരു ചെറിയ പ്രശ്നം കൂടിയുണ്ടെന്ന് ട്രെവറിനോട് പറയുന്നു. അതായത് അവളുടെ പൂച്ച മസ്റ്റാച്ചിനെ കാണുന്നില്ല. ദിവസങ്ങൾ മുന്നോട്ട് പോകുന്തോറും അവളുടെ വിഭ്രാന്തി വർദ്ധിച്ചു വന്നു. കാണാത്തത് കാണുകയും കേൾക്കാത്തത് കേൾക്കുകയും ചെയ്യുന്നു. അതുവഴി
മറ്റുള്ളവർ അവളെ മാനസിക പ്രശ്നമുള്ള ആളായി കാണാൻ തുടങ്ങി. അവളുടെ തന്നെ നല്ലതിനു വേണ്ടി അവളൊരു തെറാപ്പിസ്റ്റിനെ കാണാൻ തുടങ്ങി. റോസിന്റെ മുൻപത്തെ തെറാപ്പിസ്റ്റായ ഡോക്ടർ മാഡലിനായിരുന്നു അത്. റോസ് എല്ലാ കാര്യങ്ങളും മാഡലിനോട് പറയുന്നു. ലൗറയെക്കുറിച്ചും ലൗറയുടെ ആ ചിരിയും കാണാതായ അവളുടെ പൂച്ച, അങ്ങനെയെല്ലാം. ഓരോ ദിവസം കഴിയും തോറും തനിക്ക് പ്രാന്തായി വരികയാണെന്ന് പേടിയോടെ റോസ് തെറാപ്പിസ്റ്റിനോട് പറയുന്നു. അവൾ പറഞ്ഞതെല്ലാം ശ്രദ്ധയോടെ കേട്ട ഡോക്ടർ മാഡലിൻ മനസ്സിലാക്കുകയാണ് മാനസിക പ്രശ്നങ്ങളുള്ള അവളെ അധിക്ഷേപിച്ചിരുന്ന അമ്മയുടെ മരണത്തിന്റെ ആഘാതം ഇപ്പോഴും റോസിനെ വിട്ടുപോയിട്ടില്ല എന്ന്. ശേഷം വീക്കെൻഡിൽ അവൾ നെവ്യുവിന്റെ പിറന്നാൾ ആഘോഷത്തിന് പോവുകയാണ്. അവൾ ഇപ്പോഴും മാനസികമായി തളർന്നിരിക്കുകയാണെങ്കിലും കുറച്ചു നേരത്തേക്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നു. മാത്രമല്ല തന്റെ ഹാലൂസിനേഷൻസ്, അതായത് ഇല്ലാത്തതുണ്ടെന്നുള്ള തോന്നലുകളൊക്കെ മാറിയെന്ന് അവൾ സ്വയം വിശ്വസിക്കുകയാണ്. പക്ഷെ റോസ് പിറന്നാൾ സമ്മാനമായി കൊടുത്ത ഗിഫ്റ്റ് നെവ്യു തുറന്നു നോക്കുമ്പോൾ ആ കുട്ടി ഞെട്ടുകയാണ്. അതായത് റോസിന്റെ കാണാതെ പോയ പൂച്ചയുടെ, അതായത് മസ്റ്റാച്ചിന്റെ ജീവനറ്റ ശരീരമായിരുന്നു ആ ഗിഫ്റ്റ് ബോക്സിൽ ഉണ്ടായിരുന്നത്. അത് കണ്ട് ഞെട്ടിയ റോസ് കരഞ്ഞുകൊണ്ട് ഇത് താൻ ചെയ്തതല്ല എന്നെല്ലാവരെയും വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ആ ബഹളത്തിനിടയിൽ പാർട്ടിയിലുണ്ടായിരുന്ന ഒരു ഗസ്റ്റ് അവളെ നോക്കി ചിരിക്കുന്നത് റോസ് ശ്രദ്ധിച്ചു. അത് കണ്ട് ആകെ ഭയന്ന റോസ് തട്ടിമറിഞ്ഞ ഒരു ഗ്ലാസ് ടേബിളിന് മുകളിലേക്ക് വീഴുകയും അതിന്റെ ചില്ല് തകർന്നു വീണ് റോസിനെ പരിക്കേൽക്കുകയും ചെയ്തു. അടുത്ത സീനിൽ കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്നും റോസിനെ ട്രെവർ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതാണ്. കാറിൽ നിന്നും പുറത്തിറങ്ങുന്നതിന് മുൻപ് തന്നെ പിന്തുടരുന്ന ആ പ്രേതത്തെക്കുറിച്ച് ട്രെവറിനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും ട്രെവർ കരുതുന്നത് അവളുടെ അമ്മയുടെ അതേ മാനസിക അസുഖം അവളെയും ബാധിച്ചു എന്നാണ്. റോസ് തനിക്ക് സംഭവിച്ചതിനെ കുറിച്ച് അന്വേഷിക്കുവാൻ തുടങ്ങി. ഗബ്രിയലിനെ കുറിച്ച് ലാപ്പിൽ സെർച്ച് ചെയ്യുമ്പോൾ ഇരുട്ടിൽ നിന്നും അമ്മ വിളിക്കുന്നത് പോലുള്ള ശബ്ദം അവൾ കേൾക്കുന്നു. അത് അവഗണിച്ചുകൊണ്ട് റോസ് ഉറങ്ങാൻ കിടക്കുന്നു. പക്ഷേ അമ്മയെപ്പോലുള്ള ഒരു രൂപം അവളുടെ പുറകിൽ വന്ന് നിൽക്കുന്നു. രാവിലെ അവൾ ഗബ്രിയലിന്റെ വീട്ടിലേക്ക് അയാളുടെ മരണത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുവാനായി പോവുകയാണ്. വീട്ടിലെത്തിയ റോസിനെ ഗബ്രിയലിന്റെ ഭാര്യ വിക്ടോറിയ സ്വീകരിക്കുന്നു. ഗബ്രിയലും ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത് കൺമുന്നിൽ കണ്ടിരുന്നു. അത് കണ്ടതിന് ശേഷമായിരുന്നു അയാൾ അസ്വസ്ഥനായതും സ്വയം മരിക്കുന്നതും. ശേഷം അവർ റോസിനെ ഗബ്രിയലിന്റെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. ഗബ്രിയൽ വരച്ച പല ചിത്രങ്ങളും ആ മുറിയിലെ ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിരുന്നു. എല്ലാ ചിത്രങ്ങൾക്കും ഒരു വല്ലാത്ത ഭയപ്പെടുത്തുന്ന ചിരി മുഖത്തുണ്ടായിരുന്നു. എല്ലാം കണ്ട റോസിന് ഒരു കാര്യം ഉറപ്പായി, ഗബ്രിയലിന് ഭ്രാന്തൊന്നും ഉണ്ടായിരുന്നില്ല. അയാൾ അനുഭവിച്ചതെല്ലാം താൻ ഇപ്പോൾ അനുഭവിക്കുന്ന പോലെ സത്യമായിരുന്നു. താനും ഗബ്രിയൽ കടന്നുപോയ അതേ അവസ്ഥയിൽ കൂടി കടന്നു പോവുകയാണെന്ന് റോസ് വിക്ടോറിയയോട് പറയുന്നു. എന്നാൽ ഇത് കേട്ട വിക്ടോറിയയ്ക്ക് ദേഷ്യം വരുന്നു. കാരണം റോസ് മരിച്ചുപോയ തന്റെ ഭർത്താവിനെ കളിയാക്കുകയാണെന്നാണ് അവർ കരുതിയത്. അതുകൊണ്ട് തന്നെ അവർ റോസിനെ വീടിന് പുറത്താക്കുന്നു. വേറെ ഒരു വഴിയുമില്ലാത്തതിനാൽ റോസ് തന്റെ പഴയ കാമുകനായ ജോയലിന്റെ അടുത്തേക്ക് വരികയും അയാളോട് ഒരു സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഗബ്രിയലുമായി ബന്ധപ്പെട്ട കേസ് ഒന്ന് അന്വേഷിക്കണമെന്നതായിരുന്നു അവരുടെ അഭ്യർത്ഥന. ആദ്യം ജോയലൊന്നും അടിച്ചെങ്കിലും അവർ തമ്മിലുണ്ടായിരുന്ന പഴയ ബന്ധത്തിന്റെ പുറത്ത് അയാൾ അത് സമ്മതിക്കുന്നു. ഗബ്രിയലിന്റെ മരണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ജോയൽ ലാപ്ടോപ്പ് ഉപയോഗിച്ച് പോലീസ് വെബ്സൈറ്റിൽ കയറി നോക്കുന്നു. അതുവഴി ഏഞ്ചല എന്ന സ്ത്രീ ആത്മഹത്യ ചെയ്യുന്നത് ഗബ്രിയൽ നേരിട്ട് കണ്ടിരുന്നു എന്നുള്ള വിവരം ലഭിച്ചു. അതുപോലെ തന്നെ ഏഞ്ചലയെ കുറിച്ചും ജോയൽ അന്വേഷിക്കുന്നു. അപ്പോൾ അവരും വേറെ ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത് നേരിൽ കണ്ടിരുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം ലഭിക്കുകയാണ്. CCTV ഫുട്ടേജ് ശ്രദ്ധിച്ചപ്പോൾ പെട്രോൾ പമ്പിൽ വെച്ച് ഏഞ്ചലയുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് മറ്റൊരു വ്യക്തി ആത്മഹത്യ ചെയ്യുന്നത് കാണുന്നു. ശേഷം ട്രെവറിനോട് ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറയുവാൻ തീരുമാനിച്ച് വീട്ടിലേക്ക് വരികയാണ് റോസ്. പക്ഷെ വീട്ടിലേക്ക് വരുമ്പോൾ തന്റെ തെറാപ്പിസ്റ്റുമായി സംസാരിക്കുന്ന ട്രെവറിനെയാണ് റോസ് കാണുന്നത്. റോസിനെ ഒന്ന് പരിശോധിക്കാനാണ് മാഡലിനെ ട്രെവർ വിളിച്ചു വരുത്തിയത്. അതോടെ അവൾക്ക് എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടപ്പെടുന്നു. അവൾക്കൊരു കഷ്ടകാലം വന്നപ്പോൾ ട്രെവർ അവളെ ഉപേക്ഷിച്ചുവെന്ന് അവൾ ആരോപിക്കുന്നു. ശേഷം ദേഷ്യത്തോടെ അവൾ സഹോദരിയായ ഹോളിയുടെ വീട്ടിലേക്ക് പോകുന്നു. തന്നെ സഹായിക്കാൻ സഹോദരിയോട് അപേക്ഷിക്കാനാണ് അവൾ പോയത്. റോസ് ഹോളിയോട് കാര്യങ്ങൾ പറയുകയും ഓരോ വിക്ടിമിന്റെ ചിത്രങ്ങൾ സഹിതം എല്ലാം വിശദീകരിക്കാനും ശ്രമിച്ചു. തന്റെ പേഷ്യന്റിന്റെ ശാപം ഇപ്പോൾ തന്നിലേക്ക് എത്തിയിരിക്കുകയാണെന്ന് അവൾ ഹോളിയോട് പറയുന്നു. എന്നാൽ ശാപം സംബന്ധിച്ചുള്ള റോസിന്റെ വാദമൊന്നും അംഗീകരിക്കാൻ ഹോളി തയ്യാറായില്ല. തന്റെ അമ്മയ്ക്ക് സംഭവിച്ചത് തന്നെയാണ് ചേച്ചിക്കും സംഭവിക്കുന്നതെന്നാണ് ഹോളി കരുതിയത്. അതോടെ എല്ലാവരാലും പഴികേട്ട് അവഗണിക്കപ്പെടുന്നത് കൊണ്ട് റോസിന് മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെടാൻ തുടങ്ങി. അതോടെ സഹോദരിയെ അവൾ വിമർശിക്കാൻ തുടങ്ങി. ഹോളിക്ക് സ്വാർത്ഥതയും ഈഗോയുമാണെന്ന് റോസ് വിളിച്ചു പറയുന്നു. ശേഷം കാറിനുള്ളിൽ കയറിയ റോസ് സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് ഹോളി കാറിനടുത്തേക്ക് വരികയും ഡോറിൽ അടിക്കുകയും ചെയ്യുന്നു. റോസ് പുറത്തേക്ക് നോക്കുമ്പോൾ ഹോളിയുടെ തല താഴേക്ക് വന്ന് അവളെ കണ്ട് പൊട്ടിച്ചിരിക്കുന്നത് കണ്ട് അവൾ ഭയക്കുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഹാലൂസിനേഷൻ വീണ്ടും അവളെ പിടികൂടുകയാണ് ആ ശാപത്തിന്റെ രൂപത്തിൽ. വൈകുന്നേരം റോസ് ഒരു റെസ്റ്റോറന്റിലാണ്. എന്തോ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ജോയലിന്റെ കോൾ വരുന്നു. ആ ചിരിയെ പറ്റി രാത്രി മുഴുവൻ അന്വേഷിക്കുകയായിരുന്നുവെന്നും അതുവഴി ചില ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ അറിഞ്ഞുവെന്നും ജോയൽ പറയുന്നു. അതായത് മുഴുവൻ 20ഓളം കേസുകളുണ്ട്. അതിൽ 19 എണ്ണം ആത്മഹത്യയാണ്, ഏതാണ്ട് ഒരുപോലെ. പക്ഷെ 20ാമത്തെ കേസ് ഒരു റോബർട്ടാണ്. പക്ഷെ അയാൾ ആ പാറ്റേൺ ഒരു കൊലപാതകം ചെയ്തുകൊണ്ട് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. അയാളുടെ കൊലപാതകം കണ്ടുനിന്ന മറ്റൊരാളിലേക്ക് ആ ശാപം പോവുകയും അയാൾ പിന്നീട് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ശേഷം അയാൾ വഴി ആ പാറ്റേൺ വീണ്ടും തുടരുകയും ചെയ്തു. ആ പാറ്റേൺ ബ്രേക്ക് ചെയ്ത റോബർട്ട്
റോബർട്ടിനെ കാണാൻ റോസ് തീരുമാനിക്കുന്നു. ശേഷം ജോയലിന്റെ സഹായത്തോടെ റോബർട്ടിനെ പാർപ്പിച്ചിരിക്കുന്ന ജയിലിലേക്ക് അവരെത്തുന്നു. റോബർട്ടിന് സംഭവിച്ചതുപോലെ ഒരു പേഷ്യന്റ് തനിക്കുണ്ടെന്നും അതുകൊണ്ടാണ് റോബർട്ടിനെ കാണാൻ വന്നതെന്നുമാണ് റോസ് അയാളോട് പറഞ്ഞത്. മാനസികാഘാതം, ഭയം എന്നിവയെയാണ് ആ പ്രേതം ലക്ഷ്യം വെക്കുന്നത്. അത് മുതലെടുത്താണ് ഓരോ വ്യക്തിയെയും അത് നിയന്ത്രണത്തിലാക്കുന്നതെന്ന് റോബോട്ട് റോസിനോട് വിശദീകരിക്കുന്നു. അതിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ, മറ്റൊരാളുടെ മുന്നിലിട്ട് ക്രൂരമായ ഒരാളെ കൊല്ലുക. അത് കണ്ട് ഭയന്നു നിൽക്കുന്ന വിറ്റ്നസിനെ ആ പ്രേതം ബാധിച്ചുകൊള്ളും. ഇത് കേട്ട റോസ് ദേഷ്യപ്പെടുകയും തനിക്കൊരാളെ കൊല്ലാനാവില്ലെന്നും പറയുന്നു. അതായത് ആ പ്രേതത്തിന്റെ ശാപം ഇപ്പോൾ വന്നു വീണിരിക്കുന്നത് റോസിന്റെ ഉള്ളിലാണെന്ന് അവൾ അറിയാതെ തന്നെ വെളിപ്പെടുത്തുന്നു. അതോടെ റോബർട്ട് ഭയക്കുന്നു. എത്രയും പെട്ടെന്ന് റോസിനോട് അവിടെ നിന്നും പോകാൻ അയാൾ അലറുന്നു. ഒച്ച കേട്ട് പോലീസുകാർ അങ്ങോട്ടേക്ക് വരികയും റോബർട്ടിനെ ഉള്ളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ശേഷം വീട്ടിലെത്തിയ റോസിനെ കാത്ത് ഡോക്ടർ മാഡലിൻ നിൽപ്പുണ്ടായിരുന്നു. അവർ രണ്ടുപേരും പരസ്പരം സംസാരിക്കാൻ ആരംഭിച്ചു. പെട്ടെന്ന് ഫോൺ റിംഗ് ചെയ്യുകയും റോസ് കോൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. പക്ഷെ ഫോണിൽ അവളോട് സംസാരിക്കുന്നത് ഡോക്ടർ മാഡലിൻ തന്നെയായിരുന്നു. അതായത് അവളുടെ മുന്നിലിരിക്കുന്നത് മറ്റാരുമല്ല, ആ പിശാച് തന്നെയാണ്. ആ പിശാച് ഭയപ്പെടുത്തുന്ന ഒരു ചിരി ചിരിക്കുകയും അവളോട് സമയം തീർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു കത്തിയുമായി ഹോസ്പിറ്റലിലേക്ക് കാർ ഡ്രൈവ് ചെയ്യുന്ന റോസിനെയാണ്. അവൾ നേരെ പേഷ്യന്റായ കാളിന്റെ മുറിയിലേക്ക് ചെല്ലുന്നു. പക്ഷെ അയാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ദേശായി അങ്ങോട്ടേക്ക് വരുന്നു. റോസ് പേഷ്യന്റിന്റെ അടുത്ത് പോകാൻ പാടില്ല എന്ന് അയാൾ പറയുന്നു. കൂടാതെ അവളുടെ അസ്വസ്ഥതകൾ മാറിയോ എന്നും ദേശായി ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കേട്ടില്ല എന്ന മട്ടിൽ റോസ് കത്തിയെടുത്ത് പലതവണ കാളിനെ കുത്തി. അതായത് അയാളെ കൊല്ലുക വഴി ആ ശാപം തന്നിൽ നിന്ന് കളയാനാണ് അവൾ ശ്രമിച്ചത്. പക്ഷെ പലതവണ കുത്തിയിട്ടും കാൾ വല്ലാത്തൊരു ചിരിയും ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതായത് അയാൾക്ക് ഒരു വേദനയും ഇല്ലാത്തതുപോലെ. അടുത്ത സെക്കൻഡിൽ റോസ് കാറിൽ നിന്നും ഞെട്ടി ഉണരുന്നു. അതായത് ആ സംഭവിച്ചത് മുഴുവൻ അവളുടെ തോന്നലായിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം മോർഗൻ കാറിനടുത്തേക്ക് വരികയും റോസ് എന്താണ് ഇവിടെ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. പക്ഷെ റോസ് പെട്ടെന്ന് ഒരു വിശദീകരണവും നൽകാതെ കാർ വേഗത്തിൽ ഓടിച്ചു പോവുകയാണ്. റോസിന്റെ കാറിൽ കത്തി കണ്ട മോർഗൻ ഈ വിവരം ജോയലിനെ അറിയിക്കുന്നു. കുഞ്ഞുനാളിൽ താൻ താമസിച്ചിരുന്ന വീട്ടിലേക്കാണ് റോസ് കാർ ഓടിച്ചു പോയത്. മറ്റുള്ളവരിൽ നിന്നും മാറി നിൽക്കാൻ പറ്റിയ ഒരേ ഒരിടം ഇതാണെന്ന് റോസിന് അറിയാമായിരുന്നു. കാരണം മറ്റാരെയെങ്കിലും താൻ ഉപദ്രവിക്കും എന്നൊരു തോന്നൽ റോസിന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഈ ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് അവൾ വന്നത്. വീടിനകത്തേക്ക് കയറിയ റോസ് അപരിചിതമായ ഒരു ശബ്ദം കേൾക്കുന്നു. അന്വേഷിക്കാൻ പോയതും തന്റെ അമ്മയുടെ രൂപത്തിൽ ആ പിശാചിനെ അവൾ കാണുന്നു. പക്ഷെ റോസിന് തന്റെ ഭയം ഇല്ലാതായിരുന്നു. തന്നെ ഇനിയും ഇങ്ങനെ ഉപദ്രവിക്കരുതെന്ന് ആ പിശാചിനോട് റോസ് പറയുന്നു. അടുത്ത സീനിൽ റോസിന്റെ കുട്ടിക്കാലമാണ് കാണിക്കുന്നത്. റോസിന്റെ അമ്മ മരിച്ച ദിവസം. റോസ് മുറിയിലേക്ക് വരുമ്പോൾ അമ്മ ജീവനോടെ ഉണ്ടായിരുന്നു. പക്ഷെ ആ കുഞ്ഞു റോസ് രക്ഷിക്കാൻ ആരെയും വിളിച്ചില്ല. തന്നെ സ്നേഹിക്കാത്ത, സമാധാനം തരാത്ത, ഉപദ്രവിച്ചിരുന്ന ആ സ്ത്രീ മരിക്കട്ടെ എന്നാണ് കുഞ്ഞു റോസ് കരുതിയത്. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. ആ പിശാച് അതിന്റെ വിശ്വരൂപം പുറത്തെടുക്കുന്നു. അത് റോസിനെ എടുത്ത് വലിച്ചെറിയുന്നു. കണ്ടാൽ അറപ്പ് തോന്നുന്ന ഒരു രൂപമായിരുന്നു ആ പിശാചിനുണ്ടായിരുന്നത്. നിന്റെ മനസ്സിനെ ഞാൻ എന്നേക്കും പീഡിപ്പിച്ചുകൊണ്ടിരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പിശാച് റോസിന്റെ കഴുത്തിന് ചുറ്റി പിടിക്കുന്നു. സമചിത്തത വീണ്ടെടുത്ത റോസ് അടുത്തിരുന്ന് വിളക്കെടുത്ത് ആ ജീവിയെ അടിച്ചു വീഴ്ത്തുന്നു. അതുവഴി അതിന് തീ പിടിക്കുന്നു. അവൾ വാതിലടച്ച് വീടിന് പുറത്തേക്ക് ഓടുന്നു. ആ ഭയപ്പെടുത്തുന്ന സംഭവത്തിന് ശേഷം റോസ് ആ രാത്രി ജോയലിന്റെ വീട്ടിലേക്ക് പോകുന്നു. ജോയൽ അവളെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും അവന്റെ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. പക്ഷേ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ജോയൽ ഭയപ്പെടുത്തുന്ന ആ ചിരി ചിരിക്കുന്നു. ഇത് കണ്ട് ഭയന്ന റോസ് വേഗം അവിടെ നിന്നും പുറത്തു കടക്കുന്നു. പക്ഷെ അപ്പോഴാണ് അവൾ മനസ്സിലാക്കുന്നത് അവൾ ഇപ്പോഴും പഴയ വീടിന് മുന്നിൽ തന്നെയാണ്. അതായത് അവൾ കണ്ടതെല്ലാം വെറും തോന്നൽ മാത്രമായിരുന്നു. ആ പിശാച് അവളുടെ മനസ്സിനെ കയ്യിലെടുത്തിരിക്കുകയാണ്. പെട്ടെന്ന് ശരിക്കുള്ള ജോയൽ വീടിന് വെളിയിൽ നിന്ന് അവളെ വിളിക്കുന്നു. അത് കേട്ട് അലറി നിലവിളിച്ചുകൊണ്ട് റോസ് വീടിനുള്ളിൽ കയറി വാതിലടയ്ക്കുന്നു. കാരണം ആ ശാപം അവളിൽ നിന്നും ജോയലിലേക്ക് എത്താതിരിക്കാനാണ് അവളത് ചെയ്തത്. ശേഷം ആ പിശാച് തന്റെ പുറംപാളി എടുത്തു മാറ്റി ശരിയായ രൂപം കാണിക്കുന്നു. ആ രൂപം കണ്ടതും ഭയത്താലുള്ള ഒരു പരാലിസിസ് സ്റ്റേറ്റിലേക്ക് റോസ് പോകുന്നു. ആ പിശാച് അവളുടെ വായയിലൂടെ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ്. ജോയലാണെങ്കിൽ ആ വീടിന്റെ മുൻവാതിൽ പൊളിച്ച് അകത്ത് കടക്കുമ്പോൾ ശരീരം മുഴുവൻ പെട്രോൾ ഒഴിച്ചു നിൽക്കുന്ന റോസിനെയാണ് ജോയൽ കാണുന്നത്. ശേഷം ആ പേടിപ്പെടുത്തുന്ന ചിരിയുമായി അവൾ സ്വയം കത്തിയെരിയുന്നു. അതായത് ആ ശാപം ഇനി ജോയലിലേക്കാണ് കൈമാറുന്നത്. ആ പിശാചിന്റെ അടുത്ത ഇര ഇനി ജോയലാണ്. അതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്.